ഗുഡ് മോർണിംഗ്. നമ്മുടെ സോഷ്യൽ സയൻസിലെ ഭക്ഷണവും ആരോഗ്യവും എന്ന ഭാഗമാണ് നമ്മളിനി ഇടിക്കാൻ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഭക്ഷണവും മനുഷ്യരും എന്നതിൽ 37ാമത്തെ പേജിലുള്ള ഭക്ഷണവും ആരോഗ്യവും എന്ന ഭാഗം നോക്കാം. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഭക്ഷണം, നമ്മളെ ഫുഡ് എങ്ങനെയൊക്കെ കഴിക്കണം, ഏതെല്ലാം വിധത്തിൽ കഴിക്കണം എന്നൊക്കെയാണ് അല്ലേ. പോഷകസമൃദ്ധമായ ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ. അതാണ് നമ്മുടെ ശാരീരികപരമായും മാനസികപരമായും ഉള്ള ആരോഗ്യത്തിന് അത്യാവശ്യം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായാൽ, അതായത് ആരോഗ്യപൂർണ്ണമായ ഭക്ഷണമായാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ മനസ്സിനും കിട്ടും. അപ്പോൾ എന്താണ്, നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പോരാത്തതിന് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് നന്നായി പഠിക്കാനും പഠനത്തിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. ഇനി നമുക്ക് അടുത്ത പേജ് ഒന്ന് നോക്കാം. അപ്പോൾ എന്താ അടുത്ത പേജിൽ നമുക്ക് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, ചെറുധാന്യങ്ങളാണല്ലേ, മില്ലറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അപ്പം നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യമാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. കാരണം നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ കഴിക്കുന്നതിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ചെറുധാന്യങ്ങൾ. ഏതാനും ചെറുധാന്യങ്ങളുടെ പിക്ചറും അതുപോലെ അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് ആണോ അത് തെളിയിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് കേട്ടോ. നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട് അല്ലേ, നമ്മുടെ ശാസ്ത്രമേളക്കും മറ്റതും ഒക്കെ എന്താണ് കളക്ഷൻ്റെ പേരിൽ പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ഒക്കെ എന്താണ് ചെറുധാന്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാനും എല്ലാ ചെറുധാന്യങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. ഇനി ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനം അതുപോലെ ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു വർഷം തിരഞ്ഞെടുത്തത് തന്നെ. ചെറുധാന്യങ്ങൾക്ക് പ്രാധാന്യം എന്താ? പുല്ല് വർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ഇവ. ഏതൊക്കെയാണ് പ്രധാന ചെറുധാന്യങ്ങൾ? ജോവർ, റാഗി, വരക്, തിന, ഇതൊക്കെ ചെറുധാന്യങ്ങളാണ്. ഇനി നമുക്ക് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? റാഗി നമുക്ക് സുലഭമായിട്ട് നമ്മൾ കഴിക്കുന്നതും കാണുന്നതുമാണ് അല്ലേ. മണിച്ചോളം, അതുപോലെ ബാർലി, വരക്, ബജ്റ, തിന, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നതും കണ്ടതും ഒക്കെയാണ്. ഇനി താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാൻ. എന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്താ കുറിപ്പിന്? നമുക്ക് ക്യാപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ നമുക്ക് എന്തെല്ലാം അറിയണം? നമുക്കറിയാം അല്ലേ, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണ് നമുക്ക് പല രോഗങ്ങൾക്കും ഇന്ന് നിത്യേന നമ്മൾ കാണുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളുടെയും ബേസിക് എന്താണ്? നമ്മൾ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് അല്ലേ.
അപ്പോൾ ഓരോരുത്തർക്കും അറിയാലോ അല്ലേ, നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിനെക്കുറിച്ച്. കാരണം നമുക്ക് ഇന്നറിയാം, നമ്മുടെ ഇന്ന് ഓരോ കുടുംബത്തിലും ഒന്നോ രണ്ടോ ആൾക്കാർക്ക്, മുതിർന്ന ഏത് ആൾക്കാർക്ക് നോക്കിയാലും നമ്മളൊരു 100-ൽ 90%, 80%-ഓളം ആൾക്കാർ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രമേഹ രോഗികളോടൊക്കെ എന്താണ്, പഞ്ചസാര കഴിക്കരുത് എന്ന് പറയും. അതുപോലെ കൊളസ്ട്രോൾ രോഗമുള്ളവരോട് എന്താണ്, ബീഫ്, അതുപോലെ അങ്ങനെ റെഡ് മീറ്റ് ഇതൊന്നും കഴിക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ. അപ്പം നമുക്കറിയാം ഇത് മിതമായിട്ടേ ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വരും എന്നറിയാം. ഇനി നമുക്ക് കുറിപ്പിലേക്ക് പോവാം. അപ്പോൾ എന്തെല്ലാമാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിത ശൈലി രോഗങ്ങളും എന്ന കുറിപ്പിനെ അടിസ്ഥാനമാക്കി നമ്മൾ തയ്യാറാക്കേണ്ടത് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം അല്ലേ. കുറിപ്പ് നിങ്ങൾ വിശദീകരിച്ച് എഴുതണം, ഞാൻ പോയിൻറ്റ്സ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും, നമുക്കറിയാം അല്ലേ. ഇനിയോ, അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ 2 ഫാക്ട്സും നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം. പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങളുണ്ടാവാനുള്ള സാധ്യത കുറയുന്നു. പൊണ്ണത്തടി, ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷകസമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ് അല്ലേ. ഇനി നമ്മൾ ബാക്കിയുള്ള പോയിൻറ്റ്സ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എന്താണ്, അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, അതുപോലെ കൊഴുപ്പ്, എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് അതൊന്നും കൂടുതൽ കഴിക്കരുത്. പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നാം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കരുത്. പോഷകസമൃദ്ധമായ ഭക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിച്ചാൽ രാത്രി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊന്നും കൂടുതൽ കഴിയില്ല അല്ലേ. ഒരു തരത്തിലൊരു ക്ഷീണവും മഴക്കൊക്കെ വരും. അപ്പോൾ നമ്മുടെ പഠനത്തെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികളാണ്, പക്ഷെ മുതിർന്നവർക്കും നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ മുതിർന്നവരെയും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇനി ഒന്ന് പാഠപുസ്തകം ശ്രദ്ധിച്ച് താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളെല്ലാവരുടെയും അവകാശമാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടുക എന്നുള്ളത്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ ഇതാ പറഞ്ഞിട്ടല്ലേ, നിങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ. ഭക്ഷണത്തിന് വേണ്ടി അമ്മമാർ വിളിച്ചാലും നിങ്ങൾക്ക് മടി കാണിച്ച് അങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ആവശ്യത്തിന് വേണ്ട വിഭവങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം, കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതിലപ്പുറം എടുത്തിട്ട് നമ്മളങ്ങനെ വേസ്റ്റാക്കി കളയും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, എന്താണ്, നമ്മൾ വേസ്റ്റാക്കുന്ന ഭക്ഷണം മറ്റൊരാളുടെ ഭക്ഷണമാണ്. നമ്മളിവിടെ ഇത്തിരി ഭക്ഷണം അധികം കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരാൾക്ക് കിട്ടാതെ വരും. അപ്പോൾ ഭക്ഷണത്തോട് നമ്മൾ എന്താണ്, ബഹുമാനം കാണിക്കണം. അതുപോലെ അത് പാഴാക്കരുത്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് എപ്പോഴും വേണം. ഇതും പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ യൂണിറ്റ് അവസാനിക്കുന്നത്.
ഇനി അടുത്ത പേജിൽ തുടർ പ്രവർത്തനങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ പ്രവർത്തനം, നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരും അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ടാവുക? നമുക്കൊരു അന്വേഷണം ആയാലോ? മുതിർന്നവരോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ച് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കുക. ഇത് നമ്മുടെ വീട്ടിലത്തെ മുതിർന്നവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് എഴുതാനുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. കാരണം നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കുക. അപ്പോൾ അവർ പലപ്പോഴും നിങ്ങളിപ്പോൾ കഴിക്കുന്ന പാസ്ത, ജങ്ക് ഫുഡ്, അതുപോലെ ബ്രോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. അവർ കൂട്ടാനും അതുപോലെ ചക്ക, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കഞ്ഞി, ഇങ്ങനെയൊക്കെ ആയിട്ട് പലർക്കും പലതാവും പറയാനുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റം എന്താണെന്നുള്ളത് എഴുതി തയ്യാറാക്കുക. ഇനി രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്താണ്? യുദ്ധം, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് എങ്ങനെ? ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് കിട്ടൂലേ? ചിത്രപ്രദർശനമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഫലസ്തീൻ ഈ യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ. നമുക്ക് ന്യൂസ് പേപ്പർ തുറന്ന് നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ പിക്ചർ കാണാം. ഭക്ഷണത്തിന് വേണ്ടി നല്ല നല്ല കുട്ടികൾ ഇഷ്ടം പോലെ വരി നിൽക്കുന്നത്. അങ്ങനെ ഭക്ഷണത്തിന് തിക്കും തിരക്കും കരഞ്ഞിട്ടും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി പാത്രം നിൽക്കുന്ന ഇഷ്ടം പോലെ പിക്ചർ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ശേഖരിച്ചിട്ട് ചിത്രപ്രദർശനം സംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ധാന്യ സംഭരണത്തിനും ഭക്ഷണം പാകം ചെയ്യാനുമായി ഉപയോഗിച്ചിരുന്ന സംഭരണികൾ, പാത്രങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക. അതും നമുക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പം നമുക്കത് ശേഖരിച്ചിട്ട് പ്രദർശനം നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4, ചെറുധാന്യങ്ങൾ ശേഖരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ലഘു വിവരണങ്ങളോടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അതോടൊപ്പം ഭക്ഷ്യമേളയും വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുക. അതും നമുക്കറിയാം, ചെറുധാന്യങ്ങൾ നമുക്ക് കിട്ടുന്ന ചെറുധാന്യങ്ങളുടെ ഒരു ശേഖരണം, അതും ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നിങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടത്തിലെ ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ അറിയാം, നമ്മളെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും കൃഷിത്തോട്ടങ്ങളുണ്ട് അല്ലേ? ഹരിത കൃഷി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പോയി കണ്ട് അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അത് നമ്മളെ വിദ്യാലയമായി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത് ചെയ്യുക. ഇനി 6-മത്തേത്, നിങ്ങളുടെ പ്രദേശത്തെ കൃഷിയിടങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാവുന്ന മാർക്കറ്റ്, ഹോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്നൊരു സ്കെച്ച് വരച്ച് പ്രദർശിപ്പിക്കൂ. അപ്പോൾ നമുക്കൊരു സ്കെച്ചാണ് എവിടെയൊക്കെയുണ്ട് കൃഷിയിടങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അതെവിടുന്ന് മാർക്കറ്റ് എവിടെ, നമ്മളെ ഏരിയകൾ കേന്ദ്രീകരിച്ച് റോഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മാപ്പ് പോലെ ഒരു സ്കെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ പ്രവർത്തനം, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്ന വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി അഭിമുഖം സംഘടിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം, ഏകദേശം നമുക്ക് ആശാ വർക്കർ, അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടാവില്ലേ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരുമായിട്ട് ഒരു അഭിമുഖം നടത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിമുഖത്തിന് വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ തയ്യാറാക്കണം. അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തിയിട്ട് നമ്മൾ അവരുമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ഏതൊക്കെയാണ് ഇന്ന് കാണുന്നതിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വയ്യാത്തത് എന്താണ്, അങ്ങനെയുള്ള എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അതിനനുസരിച്ച് അവർ മറുപടി പറയും. അതനുസരിച്ച് എഴുതിയെടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ പാഠം ഇതോടെ തീരുകയാണ്. നമ്മളിനി അടുത്ത യൂണിറ്റ് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ക്ലാസ്സുകളിൽ മാറ്റങ്ങൾ വരണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.